ഈ കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. വൃന്ദ വീടിന്റെ മുന്നിൽ ഞെട്ടി നിൽക്കുമ്പോൾ ദീപക് അവളുടെ അടുത്തേക്ക് വന്നു. വൃന്ദ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എങ്ങനെയാ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്? എനിക്കറിയില്ല ദീപക്, വൃന്ദ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു. ഞാൻ കണ്ണടച്ചൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ വീട്ടിലെത്തണമെന്ന്. അപ്പോ അതാ ഇവിടെ. അവൾക്ക് കൂടുതലൊന്നും പറയാൻ കഴിഞ്ഞില്ല. ദീപക് അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. അവന്റെ കണ്ണുകളിൽ പരിഭ്രമവും ചോദ്യചിഹ്നവും ഒരുപോലെ ഉണ്ടായിരുന്നു. വൃന്ദ, നിനക്കെന്താ സംഭവിച്ചത്? നിന്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരിക്കുന്നു. നീ കരയുകയായിരുന്നു അല്ലേ? ദീപക് സ്നേഹത്തോടെ അവളെ ആശ്വസിപ്പിക്കാനായി കൈ നീട്ടിയെങ്കിലും പെട്ടെന്ന് അവൾ ഒരടി പിന്നോട്ട് മാറി. വൃന്ദയ്ക്ക് മെഹക്ക് നൽകിയ മുന്നറിയിപ്പ് ഓർമ്മ വന്നു. നിന്റെ വിശ്വരൂപം ആരും അറിയരുത്. ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു ദീപക്. ക്ഷേത്രത്തിൽ പോയി. എനിക്ക് കുറച്ച് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു, അത്രമാത്രം, മറ്റൊന്നുമില്ല. വൃന്ദ കള്ളം പറഞ്ഞു. അവളുടെ മറുപടി അവനെ തൃപ്തിപ്പെടുത്തിയില്ല. പെട്ടെന്ന് സരോജിനി അമ്മയുടെ ശബ്ദം കേട്ടു. ദീപക്, വൃന്ദ, നിങ്ങളിത് എവിടെ പോയി? ഈ രാത്രിയിൽ ഇവിടെ വന്ന് സംസാരിക്കുകയാണോ? വേഗം അകത്തേക്ക് വാ. എല്ലായിടത്തും നിങ്ങളെ അന്വേഷിച്ച് ഞാൻ ആകെ പേടിച്ചു പോയി. സരോജിനി അമ്മ വന്നത് വൃന്ദയ്ക്ക് ഒരു അനുഗ്രഹമായി. ആ സംഭാഷണം അവിടെ മുറിഞ്ഞു പോയി. വീടിനകത്തേക്ക് കയറുമ്പോൾ വൃന്ദ മെഹക് പറഞ്ഞതനുസരിച്ച് ശ്രദ്ധിച്ചു. ദേഷ്യം വരാതെ ശാന്തമായിരിക്കണം വൃന്ദ. അതിനിടയിൽ മാതുലികയും ആര്യയും അവരുടെ രഹസ്യത്താവളത്തിലെത്തി. ബന്ധുക്കളും അതിഥികളും പിരിഞ്ഞു പോയതിനു ശേഷം ദീപക് മുറിയിലേക്ക് വരുമ്പോൾ സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. മുറി നിറയെ പൂക്കളും സുഗന്ധം പരത്തുന്ന മെഴുകുതിരികളും ഉണ്ടായിരുന്നു. കട്ടിലിന്മേൽ വധുവിന്റെ വേഷത്തിൽ വല്ലാത്തൊരു നിസ്സഹായതാവസ്ഥയോടെ വൃന്ദ ഇരിക്കുന്നുണ്ടായിരുന്നു. ദീപക് വാതിൽ ചാരി. അവന്റെ മുഖത്ത് സന്തോഷത്തെക്കാളേറെ ദുഃഖവും നിസ്സഹായതയുമായിരുന്നു. ഈ വിവാഹം യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് എനിക്കറിയാം വൃന്ദ, ദീപക് പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. വിവാഹത്തിനായി അണിയിച്ചൊരുക്കിയ ഈ മുറി നമുക്കിത് അലങ്കോലപ്പെടുത്തണ്ട. ഞാനൊരു പായെടുത്ത് നിലത്ത് കിടന്നോളാം. നീ കട്ടിലിൽ വിശ്രമിച്ചോ. വൃന്ദ കണ്ണുകൾ ഉയർത്തി ദീപകിനെ നോക്കി. ഈയൊരു സാഹചര്യത്തിൽ പോലും തന്നെ മനസ്സിലാക്കിയതിന് അവൾക്ക് അവനോട് നന്ദി തോന്നി. വേണ്ട ദീപക്, നീ കട്ടിലിൽ കിടന്നോളൂ. വൃന്ദ വാക്കുകൾ പൂർത്തിയാക്കും മുൻപ് തലയിണ വെച്ച് കട്ടിലിന്റെ ഒരറ്റത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, നമ്മൾ സുഹൃത്തുക്കളായി തുടരും അല്ലേ വൃന്ദ? അതെ, എന്നും. അവൻ കട്ടിലിന്റെ ഒരു വശത്തേക്ക് മാറിയിരുന്നു. തലയിണയും പുതപ്പുമെടുത്ത് നിലത്ത് വിരിച്ചു. തന്റെ ഭർത്താവായ ദീപക് നിലത്തും താൻ കട്ടിലിലും, അതും വിവാഹരാത്രിയിൽ. വൃന്ദയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ദീപക്, നീ നമ്മുടെ ഇഷ്ടങ്ങൾക്കും അപ്പുറം സംഭവിച്ച ഒരു കാര്യമാണിത് വൃന്ദ. നിനക്ക് നിന്റെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, എനിക്കുമുണ്ടായിരുന്നു. നമ്മൾ തമ്മിലുള്ള സൗഹൃദം തകരില്ല, അത് മതി എനിക്ക്. ദീപക് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. വൃന്ദ തൻ്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റിൽ മുറുകെ പിടിച്ചു. മത്സ്യകന്യകയുടെ രഹസ്യം പുറത്തു വരുമോ എന്ന പേടി അവളെ വല്ലാതെ അലട്ടി. ഇപ്പോൾ അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീ ആണെങ്കിലും അവളുടെ ശരീരത്തിൽ എപ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുകയെന്ന് അവൾക്ക് പോലും പറയാനറിയില്ല. ദീപക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. നിനക്ക് എപ്പോഴാണോ പറയാൻ സൗകര്യപ്പെടുന്നത് അപ്പോൾ പറഞ്ഞു. ദീപക് നിലത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ജനലിലൂടെ ശക്തമായ മഴത്തുള്ളികൾ മുറിയുടെ ജനൽപ്പടിയിൽ പതിച്ചു. വൃന്ദയുടെ ദേഹത്തേക്ക് അബദ്ധത്തിൽ ഒരു തുള്ളി വെള്ളം തെറിച്ചു വീണു. മെഹക് പറഞ്ഞ കാര്യങ്ങൾ വൃന്ദയുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ഒരു തുള്ളി വെള്ളം നിന്റെ ശരീരത്തിൽ വീണാൽ പോലും ഒരുപക്ഷെ നിന്റെ മത്സ്യരൂപം ഇപ്പോൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. വൃന്ദയുടെ ദേഹം വിറയ്ക്കാൻ തുടങ്ങി. അരക്കെട്ടിന് താഴെ കാലുകളിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ അവൾക്ക് തോന്നി. വധുവിന്റെ ലഹങ്കയ്ക്കുള്ളിൽ ചെതുമ്പലുകൾ വളരുന്നത് അവൾ ഭയത്തോടെ അറിഞ്ഞു. അയ്യോ! വൃന്ദ കട്ടിലിൽ നിന്ന് ഞെട്ടി ഉണർന്നു. ചാടി ഇറങ്ങി. എന്തുപറ്റി വൃന്ദ? വൃന്ദ തറയിൽ വീണ തുള്ളി വെള്ളത്തിൽ നിന്ന് മാറാനായി വേഗം ബാത്റൂമിലേക്ക് ഓടി. ഒന്നുമില്ല ദീപക്, എനിക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണം. വൃന്ദ ടോയ്ലറ്റിൽ കയറി കണ്ണാടിയിൽ നോക്കി. അവളുടെ കണ്ണുകൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ നീല നിറത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് പോലെ. ഭയം അവളെ വീണ്ടും കീഴ്പ്പെടുത്തി. ദീപക് വാതിലിൽ മുട്ടി. വൃന്ദ, നീ ഓക്കെ ആണോ? നീ ഇപ്പോൾ ബാത്റൂമിൽ കയറിയപ്പോൾ എൻ്റെ ഷർട്ടിലും അല്പം വെള്ളം തെറിച്ചിരുന്നു.
അത് മാറ്റിയിട്ട് ഞാൻ വരാം. ദീപക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങവേ വൃന്ദ പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തു വന്നു. ദീപക്, വേണ്ട, നീ ഒന്നും പോവണ്ട. എനിക്കിപ്പോൾ കുഴപ്പമില്ല. നീ ഈ വാഷ്റൂം യൂസ് ചെയ്തു. അവൾ വീണ്ടും കട്ടിലേക്ക് കയറി പുതച്ചു മൂടി. ദീപകിനെ കാണുന്നത് പോലും അവൾക്ക് പെട്ടെന്ന് ഭയമായി തോന്നി. ഇത് നിനക്ക് വെള്ളം വീഴുന്നതിൻ്റെ പേടിയാണോ അതോ ഞാൻ അടുത്തു വരുന്നതിൻ്റെ പേടിയാണോ വൃന്ദ? ദീപക്, പ്ലീസ് എന്നെ വിശ്വസിക്കൂ. ഇത് മറ്റെന്തോ ആണ്. എന്നെക്കുറിച്ച് എനിക്കിപ്പോൾ പോലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ നിനക്കൊരു നല്ല ഭാര്യയായിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ്. ദീപക് നിശബ്ദമായി നിലത്ത് കിടന്നു. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താലല്ല നിസ്സഹായതയാൽ നിറഞ്ഞു. വൃന്ദ കട്ടിലിൽ തിരിഞ്ഞു കിടന്നു. അവരുടെ ശരീരം ഒരേ മുറിയിൽ, പക്ഷേ മനസ്സ് രണ്ട് ലോകങ്ങളിലായിരുന്നു. വൃന്ദ അവളുടെ രഹസ്യങ്ങളെയും ശാപത്തെയും ഓർത്ത് പേടിച്ചു. ദീപക് തൻ്റെ ഭാര്യയുടെ തെറ്റിദ്ധരിക്കപ്പെട്ട അകൽച്ചയെ ഓർത്തു. അവർക്കിടയിലെ രഹസ്യത്തിൻ്റെ മതിൽ ഇരുവർക്കും ഒരു ദുസ്വപ്നമായി മാറി. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിലത്ത് കിടന്ന ദീപക് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവൻ്റെ ശ്വാസം താളത്തിൽ ഉയർന്നു താഴ്ന്നു. വൃന്ദ കട്ടിലിൽ തിരിഞ്ഞു കിടന്നു. അവൾ കണ്ണുകൾ അടച്ചു. ഉറങ്ങാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവളുടെ മനസ്സിൽ മനുഷ്യലോകത്തെ ചിന്തകളായിരുന്നില്ല, മറിച്ച് സമുദ്രത്തിൻ്റെ അഗാധമായ ഓർമ്മകളായിരുന്നു. ഒരു വലിയ നീലക്കടൽ, തിളങ്ങുന്ന പവിഴപ്പുറ്റുകൾ, മീനുകൾ അവൾക്ക് ചുറ്റും നൃത്തം ചെയ്യുന്നു, ശക്തമായ തിരമാലകളുടെ താരാട്ട്. അതോടൊപ്പം മത്സ്യകന്യകയുടെ ഒരു ഗാനവും കേൾക്കുന്നു. അവൾക്ക് തൻ്റെ ശരീരം ഭാരം കുറഞ്ഞതുപോലെ അനുഭവപ്പെട്ടു. താൻ കിടക്കുന്നത് കട്ടിലല്ല, മറിച്ച് തണുത്ത വെള്ളത്തിന് മുകളിലാണെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്ന് അവളുടെ കഴുത്തിൽ കിടന്ന താലിയുടെ തണുപ്പ് ഇരട്ടിയായി. സിന്ദൂരം കൂടുതൽ ചുവന്നു തിളങ്ങുന്നത് പോലെ തോന്നി. വൃന്ദ വീണ്ടും കണ്ണുകൾ തുറന്നു. അവൾ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ദീപക് സുഖമായി ഉറങ്ങുന്നു. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ മത്സ്യകന്യകയായി മാറിയിരിക്കുന്നു. ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതം നയിച്ചിരുന്ന ഞാൻ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ഞാൻ ഇപ്പോൾ ഈ വിധിയിൽ ദീപകിനെ പോലൊരു നല്ല സുഹൃത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് അവൻ്റെ കൂടെ ഒരു മുറിയിൽ കിടക്കുന്നു, അതും ഒരു വലിയ രഹസ്യം ഒളിപ്പിച്ച്. അവൾ പതുക്കെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. പുറത്ത് മഴ അല്പമൊന്ന് തോർന്നിരുന്നു, പക്ഷെ അന്തരീക്ഷം തണുപ്പും ഈർപ്പവുമുള്ളതായിരുന്നു. ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി. പെട്ടെന്ന് ആകാശത്ത് നിന്ന് തീവ്രമായ നീലപ്രകാശം മിന്നിമറഞ്ഞു. അവളുടെ മത്സ്യകന്യകയുടെ വിശ്വരൂപം കൈവരിക്കാൻ സഹായിച്ച മെഹക്കിന്റെ രൂപമായിരുന്നു അത്. വൃന്ദയ്ക്ക് മെഹക്കിനെ ഇപ്പോൾ കാണണമെന്ന് തോന്നി. ഈ സത്യങ്ങൾ മനസ്സിലാക്കി തരാൻ മെഹക്കിന് മാത്രമേ കഴിയൂ. ഞാൻ ആരാണെന്നും എന്തിനാണ് എനിക്ക് ഈ ശാപമെന്നും എങ്ങനെയാണ് ഞാൻ ദീപകിന്റെ വധുവായതെന്നുമല്ല എനിക്കറിയണം. എനിക്കിപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് പോകണം. മെഹക്ക് ഇപ്പോൾ എവിടെയായിരിക്കും? ഞാൻ വിളിക്കുമ്പോൾ അവൾ വരാതിരിക്കില്ല. വൃന്ദയുടെ മനസ്സിൽ തീവ്രമായ ആഗ്രഹമുണ്ടായി. മത്സ്യകന്യകയുടെ ശക്തി ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ടെലിപോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് മെഹക് പറഞ്ഞിരുന്നു. ഞാൻ ചിന്തിച്ചാൽ മതി, കണ്ണുകളടച്ച് തുറന്നാൽ മതിയാവും. എന്നാൽ ആ സാഹസത്തിന് മുൻപ് അവൾ ദീപകിന്റെ അടുത്തേക്ക് നടന്നു. നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ദീപകിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ അലിവ് തോന്നി. ഇവനെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ പോകുന്നത് ശരിയാണോ? പക്ഷേ എൻ്റെ ഈ രഹസ്യം ഇവനറിഞ്ഞാൽ ഇല്ല. വൃന്ദ കട്ടിലിനരികിലിരുന്ന് മെല്ലെ ദീപകിന്റെ കയ്യിൽ തൊട്ടു. അവളുടെ ശരീരത്തിലെ ജലാംശം കൈമാറിയതുപോലെ ദീപകിന് ചെറുതായി ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അവൻ ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞു കിടന്നു. ഇല്ല, ഞാൻ പോവുകയാണ്. ഈ രാത്രി തന്നെ എനിക്ക് മെഹക്കിനെ കാണണം. ഈ ജീവിതം എൻ്റെതല്ല. എൻ്റെ യഥാർത്ഥ ജീവിതം അത് സമുദ്രത്തിലാണ്. വൃന്ദ പിച്ചും പേയും പറയാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ അടച്ചു. മനസ്സിൽ അമ്പലനടയും മെഹക്കും മാത്രം. കണ്ണുകൾ ഇറക്കി അടച്ച് മെല്ലെ തുറന്നു. അവൾ മുറിയിൽ നിന്ന് അപ്രത്യക്ഷയായി. ഉറക്കത്തിൽ ദീപക് ഒരു സ്വപ്നം കണ്ടു. വൃന്ദ ഒരു മത്സ്യകന്യകയായി നീന്തി കളിക്കുന്ന ഒരു നീലക്കടൽ. ആ സ്വപ്നത്തിൽ അവൻ ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കയ്യിൽ ഒരു കറുത്ത ചെതുമ്പലിൻ്റെ സ്പർശം തോന്നുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു. ഞെട്ടി എഴുന്നേറ്റ ദീപക് പെട്ടെന്ന് വൃന്ദയെ തിരക്കി. വൃന്ദ! പൂക്കളെ സற்று ഓய்വെടുங்கள்.